ഹലോ ആർബീസ് ആറിഷുവറിന്റെ 4th എപ്പിസോഡാണ് നമ്മൾ ഇന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡിലും ജങ്കുക്കിന്റെയും ജിമ്മിന്റെയും കൂടെ വി ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ എപ്പിസോഡ് കാണിക്കുന്നത്. വിയും ജിമ്മിനും കാറിലും ജങ്കുക്കിന്റെ മോട്ടോർ സൈക്കിളിലുമാണ് പോകുന്നത്. ഈവനിങ് ടൈമിലാണ് ഇവർ ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഇരുട്ടായിട്ടുണ്ട്. ഇവര് 3 പേരും കൂടി നേരെ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ്. ഇവർ ഫുഡ് കഴിക്കാൻ കയറിയെടുത്ത് ഫുഡെല്ലാം വന്നു കഴിഞ്ഞ് ഷെഫ് അവരോടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഫുഡ് നല്ല ഡെലീഷ്യസ് ഒക്കെയാണെന്ന് പറഞ്ഞ് ഇവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിൽ വി പറയുന്നുണ്ട് എന്റെ പെടലിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ജിമ്മി പറയുന്നുണ്ട് അത് എന്ത് പറ്റിയതാന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ, കഴിഞ്ഞ എപ്പിസോഡിലെ ജങ്കുക്കിന്റെയും വിയുടെയും ഹെഡ് ബാങ്ങിങ്. ഇതാണ് വിയുടെ നെക്ക് പെയിന്റിന്റെ റീസൺ. ജിമ്മിനാണെങ്കിൽ വിയുടെ നെക്കൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജങ്കുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വി ജങ്കുക്കിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പെടലിക്ക് പ്രശ്നമൊന്നുമില്ലേ, നമ്മൾ ഹെഡ് ബാങ്കിങ് ചെയ്തുകൊണ്ടാണ് എന്റെ പെടലി വേദന എടുക്കുന്നതെന്ന്. പക്ഷെ ജങ്കുക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജങ്കുക്കിന്റെ തോട്ട് പോലെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ശരിയാണ്, പക്ഷെ ഈ ഫുഡ് ഇപ്പൊ ഡെലീഷ്യസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് ഫുഡ് കഴിക്കുന്നതിനിടയിൽ സ്ക്രീനിലോട്ട് അവർ ഫുഡ് മാറി മാറി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആക്ച്വലി എനിക്ക് കൊതിയാണ് വന്നത്. ഫുഡ് കഴിച്ച് 3 പേരും കൂടെ ഇറങ്ങി നേരെ പാർക്കിങ്ങിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നുകൊണ്ട് വി നേരെ ആർഎമ്മിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നംജൂൻ വിയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വി നംജൂനോട് പറയുന്നുണ്ട് ഹയുങ് ഷുഗ ഹയുങ്ങിന്റെ കോൺസേർട്ടിൽ വെച്ച് പാടിയ ആ പാട്ടൊന്ന് സെൻഡ് ചെയ്ത് തരാമോ എന്ന്. അത് നംജൂന്റെ ഒരു അൺറിലീസ്ഡ് ആയിട്ടുള്ള സോങ് ആണ്. ആർഎം അപ്പൊ തന്നെ പറയുന്നുണ്ട് അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അയക്കാലോ എന്ന് പറഞ്ഞ ആ പാട്ട് വിക്ക് സെൻഡ് ചെയ്യുന്നു. പിന്നെ വണ്ടിയിൽ കയറി ഇവർ യാത്ര തുടരുമ്പോൾ ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. ആ സോങ്ങിന്റെ പേര് കം ബാക്ക് ടു മീ എന്നാണ്. വി പറയുന്നുണ്ട് എന്നെങ്കിലും ഞാൻ ഈ സോങ് കവർ ചെയ്യുമെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് നേരെ കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റേ ചെയ്ത് അതേ പ്ലേസിൽ തന്നെ വരുന്നു. വീക്കാണെങ്കിൽ നെക്ക് പെയിൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആള് നേരെ റെസ്റ്റ് ചെയ്യാനായിട്ടാണ് പോയത്. ജങ്കുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടി. തൊട്ടുപുറകെ ജിമ്മിനും ജോയിൻ ചെയ്തു. ഇവർ ആ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഫുൾ വൈബിംഗ് ആയിരുന്നു. നിങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കാണുമായിരിക്കും. സ്റ്റോൺ പേപ്പർ സിസർ വരെ അവർ അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. വി അവിടെ വന്ന് നോക്കുന്നുണ്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. പിന്നെ വി അത് മൈൻഡ് ചെയ്യാതെ നേരെ മുകളിലോട്ട് കയറി പോവാണ് ചെയ്യുന്നത്. കാരണം വിക്ക് നെക്ക് പെയിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വി ഫേസ് വാഷ് ചെയ്തതും മുടി കോംപ് ചെയ്യുന്നതും ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മിനും ജങ്കുക്കും താഴെ നിന്ന് പറയുന്നുണ്ട് ഗസ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എപ്പോഴും നന്നായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഹോസ്റ്റ് അല്ലേ, അപ്പോൾ നന്നായിട്ടിരുന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെ അവർ തമാശ രൂപേണ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നതും ജങ്കുക്കിന്റെയും ജിമ്മിന്റെയും പൂളിലുള്ള ഭാഗങ്ങളാണ്. അവരവിടെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് 3 പേരും കിടന്ന് ഉറങ്ങുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഡേയിലെ സീനിലാണെങ്കിൽ ജങ്കുക്കാണ് ആദ്യം എണീക്കുന്നത്. ജങ്കുക്ക് നേരെ എണീറ്റ് വന്ന് വിയുടെ ഫോട്ടോയാണ് എടുക്കുന്നത്. ജിമ്മിനാണെങ്കിൽ സ്റ്റിൽ ഉറക്കത്തിലാണ്. ജങ്കുക്കാണെങ്കിൽ എനിക്ക് രാവിലെ തന്നെ വിശക്കുന്നെന്ന് പറയുമ്പോൾ വി അത് കേട്ട് ഉണർന്നിട്ട് പറയുന്നുണ്ട് അന്നത്തെ നമ്മുടെ ഹെഡ് ബാങ്കിങ് കാരണം എന്റെ നെക്കിന് ഇപ്പോഴും പെയിൻ ആണ്. അപ്പൊ ജങ്കുക്ക് വന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സീനില് ജങ്കുക്ക് താഴോട്ട് പോകുമ്പോഴത്തേനും ജങ്കുക്കിന്റെ അമ്മ വിളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവര് പരസ്പരം സംസാരിക്കുന്നതിന്റെയൊക്കെ ഓഡിയോയും വീഡിയോയും നമ്മളെ കാണിക്കുന്നുണ്ട്. ജങ്കുക്ക് എന്നാണ് വീട്ടിലോട്ട് വരുന്നത്, സേഫ് അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നൊക്കെ ജങ്കുക്കിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ജിമ്മിനെയും വീനെയും കാണിക്കുന്നുണ്ട്. ജിമ്മിൻ പറയുന്നുണ്ട് എന്റെ നെക്കിന് നല്ല പെയിൻ ഉണ്ടെന്ന്. അപ്പോൾ വി ചോദിക്കുന്നുണ്ട് അത് സ്വിമ്മിങ്ങിന്റെ ആയിരിക്കുമല്ലോ, ഇന്നലെ രണ്ടും കൂടെ കിടന്ന് വെള്ളത്തിൽ അടിപിടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഇതും പറഞ്ഞ് വി ജിമ്മിന്റെ നെക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിയും ജിമ്മിനും ബെസ്റ്റ് ഫ്രണ്ട്സും സോൾമേറ്റും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ 2 പേർക്കും നെക്ക് പെയിൻ ഉണ്ട്. ഇവിടുന്ന് ഇവർ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. 3 പേരും 3 വണ്ടിയിലാണ് പോകുന്നത്. ജിമ്മിൻ കാറിലും വി ഒരു മഞ്ഞ സ്കൂട്ടറിലും ജങ്കുക്ക് ഒരു ബൈക്കിലുമാണ് പോകുന്നത്. ഇവർ 3ഉം സെപ്പറേറ്റ് വണ്ടിയിലായതുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് വിയും ജങ്കുക്കും വേർഡ് ചെയിൻ ഗെയിം കളിക്കുന്നു. ഇവിടുന്ന് നേരെ ഇവർ ഫുഡ് കഴിക്കാനുള്ള ഡെസ്റ്റിനേഷനിൽ എത്തുന്നു. 3 പേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. വെയിറ്റ് ചെയ്യാനുള്ള സമയത്ത് ഇവർ എന്തായിരിക്കും ഫുഡ് വരുന്നത്, ഡെലീഷ്യസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ ഫുഡിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ വീയുടെ ടീഷർട്ടിലുള്ളത് ലേ ഓവറിലെ ടാനിന്റെ ഫോട്ടോയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ വീയുടെ പെറ്റായ യോണ്ടാൻ എത്രമാത്രം ഫേമസ് ആണ് BTSന്റെ ആർമീസിന്റെ ഇടയിലെന്ന്. എന്നിട്ട് ജിമ്മിൻ ചോദിക്കുന്നുണ്ട് ഇത് യോണ്ടാൻ അല്ലേ നിന്റെ ടീഷർട്ടിലെന്ന്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് അതെ വി ഇത് എപ്പോഴും ഇടാറുള്ള ഡ്രസ്സാണെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് യോണ്ടാൻ എന്ത് അഡോറബിളാ, എന്ത് ക്യൂട്ട് അവനെ കാണാന്നൊക്കെ. അവന്റെ ഡാഡിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. അപ്പൊ ജങ്കുക്കിന്റെ ഡോഗായ ബമ്മിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ സമയമൊന്നും കിട്ടാറില്ല അവനെ കാണാൻ. അത് കഴിഞ്ഞ് വീണ്ടും ടോപ്പിക്ക് യോണ്ടാനിലേക്ക് തന്നെ ആയി. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞിലെ അവരെ കളിപ്പിച്ചവരെയൊക്കെ അവരെ ഓർത്തിരിക്കുമെന്ന്. എന്നിട്ട് ജിമ്മിൻ പറയുന്നുണ്ട്
പറയുന്നുണ്ട് യോണ്ടാൻ അങ്ങനല്ല, അവൻ ഓർത്തിരിക്കാൻ ചാൻസ് ഇല്ലെന്ന്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് കുറെ വർഷമായില്ലേ, അപ്പൊ ഓർത്തിരിക്കാനൊന്നും ചാൻസ് ഇല്ലെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ഞാൻ അവനെ കുഞ്ഞിലെ വളർത്തിയതെന്ന്, ഞാൻ അവനെ കളിപ്പിച്ചിട്ടുണ്ട്, ഉറക്കിയിട്ടുണ്ടെന്നൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട്. അപ്പൊ വി പറയുന്നു എപ്പോ, ഒരു വീക്കിന്റെ കാര്യമാണോ നീ പറയുന്നതെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ഒരു വീക്കോ. അപ്പൊ വി പറഞ്ഞ ഒരു വീക്ക് അല്ല, കുറച്ച് ദിവസം മാത്രമേ ഉള്ളായിരുന്നെന്ന്. ജിമ്മിൻ പറയുന്നു ഒരു വീക്ക് ആണെങ്കിലും ഞാൻ അവനെ നോക്കിയില്ലേന്ന്. അപ്പൊ വി പറഞ്ഞു ഇപ്പൊ അവന് 7 വയസ്സായിട്ടുണ്ടെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഇവര് നേരെ പോകുന്നത് കോഫി കുടിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്കാണ്. ആ ഷോപ്പാണെങ്കിൽ കുറച്ച് ചെറുതാണ്. പക്ഷെ ഇവര് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്, അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഇവര് പരസ്പരം പറയുന്നുണ്ട്. ഇവർ ആ ഷോപ്പിൽ ഇരിക്കുമ്പോഴത്തേനും 3 പേരും ഒരു പൂച്ചനെ കാണുന്നുണ്ട്. നമുക്കറിയാലോ ജിമ്മിന് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ജിമ്മിന് ആ പൂച്ചയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ജങ്കുക്ക് ആണെങ്കിൽ ആ പൂച്ചനെ കണ്ടിട്ട് ഞാവൂന്നൊക്കെ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ജങ്കുക്ക് പറയുന്നുണ്ട് എനിക്കിങ്ങനെ വെക്കാൻ അറിയത്തില്ല, ഞാൻ വെച്ചിട്ട് വേറെന്തോ ശബ്ദം ആകുന്നൊക്കെ ജങ്കുക്ക് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവർക്കുള്ള കോഫി വരുന്നു. വി ആണെങ്കിൽ കോഫി കുടിക്കാൻ തുടങ്ങി. വിയുടെയാണ് ആദ്യം വന്നത്. പിന്നെ ജിമ്മിന്റെയും ജങ്കുക്കിന്റെയും വി കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കുന്നു. ജങ്കുക്കിന് കൊടുക്കുമ്പോൾ ജങ്കുക്ക് താങ്ക് യു സാർ എന്നൊക്കെ പറയുന്നുണ്ട്. ജിമ്മിനാണെങ്കിൽ താന്നുള്ള രീതിയിലാണ് മേടിക്കുന്നത്. അപ്പൊ വി പറയുന്നുണ്ട് നിനക്കൊരു റെസ്പെക്റ്റ് ഇല്ലല്ലോ എന്ന്. കുറച്ച് പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് വി ജിമ്മിനോട് പറയുന്നുണ്ട്. അപ്പൊ ജിമ്മിൻ ചോദിക്കുന്നുണ്ട് അതിന് നിനക്ക് എത്ര വയസ്സാ, ഹൗ ഓൾഡ് ആർ യു എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ചുമ്മാ പറയുന്നുണ്ട്. ഇനി ഇവര് നെസ് സ്ഥലത്തോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. മാക്സിമം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടീസ് ചെയ്യാനായിട്ടുള്ള സമയം യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവർ ഒരു ബോട്ടിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജങ്കുക്കാണെങ്കിൽ മുഖത്ത് കുറെ സൺസ്ക്രീൻ ഒക്കെ തേക്കുന്നുണ്ട്. ബൈക്ക് കുറെ നേരം ഓടിച്ചുകൊണ്ട് സ്കിന്നൊക്കെ സൺബേൺ ആയെന്ന് ജങ്കുക്ക് പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് ജങ്കുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ജിമ്മൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാ ബേണായത്, നിന്റെ ടാറ്റു കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ജങ്കുക്കിനോട് പറയുന്നുണ്ട്. ജങ്കുക്ക് മുഖത്ത് തേക്കുന്ന കണ്ടിട്ട് ജിമ്മിൻ അതെടുത്ത് തേക്കുന്നുണ്ട്. കൂടാതെ വീടെ മുഖത്തും കുറച്ച് വാരി തേക്കുന്നുണ്ട്. ജങ്കുക്ക് പിന്നെ മുഖത്ത് തേച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഓൾമോസ്റ്റ് നന്നായിട്ട് ജങ്കുക്കിന്റെ മുഖത്ത് ഈ സൺസ്ക്രീൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിമ്മിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ. ജിമ്മിൻ ചോദിക്കുന്നുണ്ട് അതിന് നീ ആരാന്ന്, കാരണം ജങ്കുക്കിന് മനസ്സിലാകാത്ത പോലെ അത്രയ്ക്ക് കവർ ചെയ്താണ് സൺസ്ക്രീൻ തേച്ചിരിക്കുന്നത്. എന്നിട്ട് ജിമ്മിൻ ജങ്കുക്കിനെ കാണാൻ ഇപ്പൊ ചാലഞ്ച് ആപ്പിളിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഭാഗത്ത് ഇവര് ഓഷ്യനിലോട്ട് ഡൈവ് ചെയ്യാനായിട്ട് റെഡിയാവുന്നതാണ് കാണിക്കുന്നത്. ചാടാൻ പോകുന്നതിനിടയിൽ ജങ്കുക്കിന്റെ തലയൊക്കെ ചെന്ന് ബോട്ടിന്റെ സൈഡിലായിട്ട് ഇടിക്കുന്നുണ്ട്. പിന്നെ ജിമ്മിനും ജങ്കുക്കും നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നു. വി മാത്രം ചാടുന്നില്ല, ആള് ഷിപ്പിലിരിക്കും. ബാക്കി രണ്ടുപേരും വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുവാണ്. വി ആണെങ്കിൽ ഷിപ്പിലിരുന്ന് ഫിഷിനുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിമ്മിനും ജങ്കുക്കും ആണെങ്കിൽ ഓഷ്യൻ എക്സ്പ്ലോർ ചെയ്ത് സ്വിം ചെയ്തോണ്ടേ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് പാവം വീട് തലയും ഇടിക്കുന്നുണ്ട്. രണ്ടുപേരും പതിയെ സ്വിമ്മിംഗ് ഒക്കെ മതിയാക്കി ഷിപ്പിലോട്ട് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ ഇവര് ഫിഷിങ്ങിന് റെഡിയാവുന്നതാണ് കാണിക്കുന്നത്. 3 പേരും ഫിഷിങ്ങിന് റെഡിയായി മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ജങ്കുക്ക് പറയുന്നുണ്ട് ഇതെന്താ മീനൊന്നും കിട്ടാത്തതെന്ന്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് അതിങ്ങനൊന്നും അല്ലടാ, ഒരു ടെക്നിക്കിലൊക്കെ ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് ജിമ്മിനാണെങ്കിൽ ഷിപ്പിന്റെ മേളിലായിട്ട് ഒരു കാലൊക്കെ വെച്ച് ഒരു പൊസിഷനിലൊക്കെ നിന്ന് എങ്ങനെയാ മീൻ പിടിപ്പിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ജിമ്മിൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് ഷിപ്പിലെ ഒരു ഇൻസ്ട്രക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ എന്നുള്ള രീതിയിൽ വന്നിട്ട് എങ്ങനെയൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കോമഡി സീനാണ്. കാരണം ജങ്കുക്കിനെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് ശരിക്കും ജിമ്മിനെ ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീണയാണ്. ആളുടെ ചൂണ്ടയിൽ എന്തോ കൊരുത്തിട്ടുണ്ട്. അത് കണ്ട ജിമ്മിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രക്ടർ നേരെ വീടെടുത്തോട്ട് വന്നു. കൊള്ളാലോ, നിനക്കെങ്കിലും കൂട്ടത്തിൽ എന്തെങ്കിലും അറിയാമല്ലോ എന്നുള്ള രീതിയിലാണ് ആള് വന്നത്. എന്നിട്ട് വീനെ ആ ചൂണ്ട വലിച്ചു കയറ്റാനായിട്ട് ആള് സഹായിക്കുന്നുണ്ട്. അപ്പൊ വി ചോദിക്കുന്നുണ്ട് എന്തോ വലിയ ഒന്നാന്ന് തോന്നുന്നു കുടുങ്ങിയിരിക്കുന്നതെന്ന്. അപ്പൊ ആ പുള്ളി പറയുന്നുണ്ട് ശരി, എന്തോ വലുത് തന്നെയാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന്. ഈ എക്സൈറ്റ്മെന്റിൽ ചോദിക്കുന്നുണ്ട് ഇത് എന്ത് ടൈപ്പ് ഫിഷ് ആണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട് ഇത് ജെജു ഐലൻഡ് ഫിഷ് ആണെന്ന്. അപ്പൊ വി ചോദിക്കുന്നത് അതെന്ത് ഫിഷ് ആണ്. അപ്പൊ പറയുന്നത് എന്റെ പൊന്നു മോനെ ഇതൊരു റോക്കാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ഞാനിത് ജെജു ഐലൻഡ് എന്ന് പറഞ്ഞെന്ന് ആ ഇൻസ്ട്രക്ടർ പറയുന്നു. ഇത് കേട്ടിട്ട് വി ആണെങ്കിൽ ഞാൻ വല്ലാണ്ട് അങ്ങ് പ്രതീക്ഷിച്ചു പോയി എന്ന മട്ടില് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് ചെറുതായിട്ടൊരു ഡ്രോൺ നേരെ പോയി ഓഷ്യനിലോട്ട് വീഴുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കുന്ന ജങ്കുക്കാണ്. അയ്യോ ഇത് വാട്ടർ പ്രൂഫ് അല്ലല്ലോ, ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായെന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. RIP ഡ്രോൺ, നീ വളരെ ഗ്രേറ്റ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇവര് പരസ്പരം പറയുന്നുണ്ട്. ഇതൊക്കെ ആയാലും അവസാനം വിക്ക് 2 ഫിഷിനെ കിട്ടുന്നുണ്ട്. അവര് 3 പേരും ഈ ഫിഷും ഒക്കെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവര് 3 പേരും കൂടെ ഷിപ്പിൽ കിടന്നുകൊണ്ട് വളരെ എൻജോയ്മെന്റ് ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ എപ്പിസോഡ് അവിടെ എൻഡ് ആവുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് കാണാം. ബൈ ആർമീസ്.